ഹലോ എവരിബഡി. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കാം ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം. നിങ്ങൾ എന്ത് തന്നെയാണോ നിരന്തരം ചിന്തിക്കുന്നത്, ഈവൻ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് തന്നെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. വേറൊന്നുമല്ല, സിമ്പിൾ, ദ ലോ ഓഫ് അട്രാക്ഷൻ. ഈ ലോ ഓഫ് അട്രാക്ഷൻ ആദ്യമായി ഞാൻ കേൾക്കുന്നത് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന ടെക്സ്റ്റിലൂടെയാണ്. അതിലെ ചില വരികൾ നമ്മളെ വല്ലാതെ അട്രാക്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും നേടണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടോ, ഈ പ്രപഞ്ചം മുഴുവൻ അത് നേടിത്തരാനായി നിങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്നു. വളരെ മനോഹരമായൊരു കോട്ട്. എന്നാൽ ലോകം മുഴുവനും ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒരു രഹസ്യത്തിലൂടെയാണ് എത്തിയത്. ഓസ്ട്രേലിയൻ എഴുത്തുകാരിയായ റോണ്ട ബേൺ എഴുതിയ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നു ചേരണമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിക്കണം. കാരണം കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതം ഇതിന് ഉത്തമ ഉദാഹരണമാണ്. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ജിം ക്യാരി എന്ന അമേരിക്കൻ ആക്ടർ ആൻഡ് കൊമേഡിയൻ. അദ്ദേഹം പ്രശസ്തനാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വാലറ്റിൽ ഒരു ചെക്ക് ലീഫ് എഴുതി വെച്ചു. അതിൽ $10 മില്യൺ അഭിനയ സേവനങ്ങളുടെ പ്രതിഫലമായി 5 വർഷം മുൻപുള്ള ഡേറ്റ് ഇട്ട് അദ്ദേഹം സൂക്ഷിച്ചു. ഈ 5 വർഷം ഡേറ്റ് ആകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഡംബ് ആൻഡ് ഡംബർ എന്ന മൂവിക്ക് അദ്ദേഹത്തിന് ഈ തുക കിട്ടുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത്, ഇഫ് വി ക്യാൻ സീ ആൻഡ് ബിലീവ് ഇറ്റ്, വി ക്യാൻ ഹാവ് ഇറ്റ്. റോണ്ട ബേൺ സീക്രട്ട് എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്, മനുഷ്യ മനസ്സിന് വ്യക്തവും വ്യത്യസ്തവുമായ ഒരു ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും സാഹചര്യങ്ങൾക്കും സംഭവങ്ങൾക്കും വ്യക്തവും വ്യത്യസ്തവുമായ ഫ്രീക്വൻസി ഉണ്ട്. നമ്മൾ നിരന്തരമായ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഈ സാഹചര്യങ്ങളുടെ ഫ്രീക്വൻസിയുമായി കണക്റ്റ് ആയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവുന്നത്. അത് സംഭവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു സാരി കഥ. ഞാൻ ഒരു 2 മാസം മുമ്പ് ഒരു ഫംഗ്ഷന് ഒരു സാരി കണ്ടു. പീക്കോക്ക് ബ്ലൂ കളറിൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊടുത്തിരിക്കുന്ന സാരി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എത്രയും പെട്ടെന്ന് ആ സാരി വാങ്ങണം, ഇനി ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അത് കൊടുക്കണമെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ചു. നല്ല സ്റ്റഫ്. വീട്ടിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു നല്ലൊരു സാരി ആയിരുന്നു. നാട്ടിൽ വിളിച്ചപ്പോൾ അമ്മയോടും പറഞ്ഞു, നല്ലൊരു സാരി ഉണ്ട്, ഇതല്ലേ സാരി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ വാങ്ങണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിനോടും ഇതിനെപ്പറ്റി സംസാരിച്ചു. നിരന്തരമായി ഇതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ സ്ക്രോൾ ചെയ്തപ്പം ഇതേ സാരി തന്നെ ഒരു പെൺകുട്ടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ പിന്നെയും ഇതെന്തായാലും വാങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ കുറച്ചുകൂടെ ദൃഢനിശ്ചയമായി. ഇതെല്ലാം കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ജോലിക്കിടയിൽ എന്നോട് പറഞ്ഞു, അത് ഞാനൊരു സാരി ഓർഡർ ചെയ്തായിരുന്നു ഒരു ഫംഗ്ഷന്, നാട്ടിലൊരു പൊട്ടിക്കുന്ന നല്ല സ്റ്റഫാണ്, ഞാനൊന്ന് കാണിച്ച് എനിക്കൊരു സാരി ഓർഡർ ചെയ്യാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കാണിച്ചപ്പോൾ ഈ സെയിം സാരി തന്നെ, ഈ പീക്കോക്ക് ബ്ലൂ കളറിലെ സാരി തന്നെ. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് ഓർഡർ ചെയ്തു ആ ബൊട്ടീക്കിലേക്ക് ആ സാരി. ഇതൊരു വലിയ കഥയൊന്നുമല്ല, ഇതൊരു സിമ്പിൾ സ്റ്റോറിയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ആദ്യം ഞാൻ ആ സാരി ഇമാജിൻ ചെയ്തു. പിന്നെ എനിക്ക് ആ സാരി വേണമെന്നൊരു ഫീലിങ്സായി, തോട്ടായി. പിന്നെ അത് ആക്ഷനിലേക്ക് കടന്നു. പിന്നെ ഞാനത് അച്ചീവ് ചെയ്തു. നമ്മുടെ ഓരോ കാര്യങ്ങൾ, ചെറിയ കാര്യം, നമ്മൾ ഫുഡ് കഴിക്കുന്ന, ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് വാങ്ങി കഴിക്കുന്നത് വരെ ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെയാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ജീവിതം ഡിസൈൻ ചെയ്തുകൂടാ, നമ്മുടെ ഡ്രീംസ് അച്ചീവ് ചെയ്തുകൂടാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സീക്രട്ട് എന്ന പുസ്തകം എത്രത്തോളം ഫേമസ് ആയോ അത്രത്തോളം കോൺട്രവേഴ്സി നിറഞ്ഞതുമാണ്. കാരണം ഇതിൽ അവർ എഴുതിയിരിക്കുന്നുണ്ട്, പ്രപഞ്ചം എല്ലാം തരുമെന്ന്. അത് തെറ്റിദ്ധരിച്ച് പല ആൾക്കാരും അവനവൻ്റെ ഫ്രീക്വൻസിക്ക് ഉതകാത്തതായ പല കാര്യങ്ങളും പ്രപഞ്ചത്തോട് ചോദിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു സാധാരണക്കാരനിരുന്ന് എനിക്ക് 10 കോടി രൂപ തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? ഒരാക്ഷനും എടുക്കാതെ. അതുപോലെ ഒരു കുട്ടി 8ാം ക്ലാസ് ഫെയിലിയറായ ഒരു കുട്ടി ഇരുന്ന് എനിക്ക് IAS കാരനായതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഞാനൊരു കഥ പറയാം. ഒരാൾ ദൈവത്തോട് സ്ഥിരമായി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് അടിക്കണേ, എനിക്കൊരു ലോട്ടറി ടിക്കറ്റ് അടിക്കണമെന്നൊന്ന്. ഫൈനലി ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട്, ദൈവം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. ദൈവം ചോദിച്ചു, നീ ഒരു ലോട്ടറി ടിക്കറ്റെങ്കിലും എടുത്തിട്ടുണ്ടോ നിനക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കാൻ? പുള്ളി പറഞ്ഞില്ല എന്ന്. പിന്നെ എങ്ങനെ അടിക്കും? ഇതാണ് ആൾക്കാർ തെറ്റിദ്ധരിച്ച കാര്യം. ആക്ഷൻ എടുക്കാതെ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവും? നമുക്ക് ഇന്ന് മുതൽ ലോ ഓഫ് അട്രാക്ഷനിൽ കൂടെ നമ്മുടെ ഡ്രീംസ് ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യാം. ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. എങ്കിലും നമ്മളുടെ അറിവോടുകൂടി നമുക്ക് ഇന്ന് മുതൽ മാനിഫെസ്റ്റ് ചെയ്യാം. മാനിഫെസ്റ്റ് ചെയ്യാനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. നെഗറ്റീവ് വേർഡ്സ് ഇതിൽ പാടില്ല. ഇപ്പോൾ നമുക്ക് വലിയ ഒരു കടബാധ്യതയിലാണ്, കടം മാറ്റണം എങ്കിൽ നമ്മൾ ചില അഫർമേഷൻ യൂണിവേഴ്സിനോട് പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമോ?
നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടായതിന് നന്ദി എന്നാണ് പറയേണ്ടത്. അല്ലാതെ എൻ്റെ കടം മാറ്റി തന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ നമുക്ക് മുച്ചൂടെ കടമായിരിക്കും. അടുത്തത് ഇപ്പോൾ എൻ്റെ മുടി ഫുൾ കൊഴിയാണ്, എൻ്റെ മുടി കൊഴിച്ചിൽ മാറിയതിന് നന്ദി എന്നല്ല പറയേണ്ടത്. എൻ്റെ നീണ്ട ഇടതൂർന്ന കറുത്ത മുടിക്ക് നന്ദി എന്നാണ് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല മുടി കിളിക്കും. മുടിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ഇത് പറയുമ്പോൾ നമ്മൾ തന്നെ മുടിക്ക് വേണ്ടിയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യും. നമ്മുടെ മുടി തന്നെ കാണുമ്പോൾ അയ്യെന്ന് തോന്നാതെ നമുക്ക് ആ നീണ്ട ഇടതൂർന്ന മുടിയാണ് എൻ്റെ നല്ല മുടിയാണ് എന്ന് നമുക്ക് തോന്നും. അതേപോലെ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസാണ്, നമുക്ക് വളരെ അസുഖങ്ങളാണ്. അപ്പം നമ്മൾ പറയും എൻ്റെ ഈ അസുഖം മാറ്റി തന്നതിന് നന്ദി എന്ന് പറയരുത്. അപ്പോൾ പിന്നെ ഈ അസുഖത്തിലോട്ടാണ്, അസുഖം എന്ന നെഗറ്റീവ് വേർഡ് വരുമ്പോൾ നമ്മൾ ആ അസുഖത്തിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾ ആ നെഗറ്റീവ് വേർഡ് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ പറയേണ്ടത് എൻ്റെ പരിപൂർണ ആരോഗ്യത്തിന് നന്ദി എന്നാണ്. അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ ഒരു കുട്ടി 10th എക്സാം എഴുതാൻ പോവുക, എനിക്ക് എല്ലാത്തിനും A1 കിട്ടിയതിന് നന്ദി എന്ന് പറയണം. 24 മണിക്കൂറും ഇത് തന്നെ പറയുകയും ഇത് തന്നെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആക്ഷനിലേക്ക് കടന്ന് നമ്മളത് പഠിക്കാൻ തുടങ്ങും. എന്നിട്ട് ലാസ്റ്റിൽ എത്തുകയും ചെയ്യും. അത് നമ്മുടെ ബ്രെയിൻ്റെ റെറ്റിക്കുലർ സിസ്റ്റം ആക്ടിവേറ്റ് ആകും. അതൊരു സൈക്കോളജിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ഒരാഗ്രഹം, ചെറിയൊരാഗ്രഹം, ലോജിക്കലി നമുക്ക് പറ്റുന്ന ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച് എപ്പോഴും അത് തന്നെ ചിന്തിച്ച് യൂണിവേഴ്സിന് നന്ദി പറഞ്ഞ് ഒന്ന് നോക്കാം. എത്ര പേരുടെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് കമൻറ്റ് ഇടണം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. പ്രിയങ്ക മനീഷ് @Skyhawk.